എവർക്കും നമസ്കാരം. ആനുവൽ ഐ ടി പരീക്ഷയുടെ 8ാം ക്ലാസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം പരിശോധിക്കാം. ക്രിയേറ്റ് എ പാറ്റേൺ ആസ് ഷോൺ ഇൻ ദ മോഡൽ ഗിവൺ യൂസിങ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ. താഴെ തന്നിരിക്കുന്ന മാതൃകയിൽ ജിയോജിബ്രയിൽ ഒരു ചിത്രം തയ്യാറാക്കി എക്സാം 8 ഹോമിൽ എക്സാം 8ലേക്ക് നിങ്ങൾ രജിസ്റ്റർ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ, ഫയൽ നെയിം നൽകിക്കൊണ്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് സൂചികൾ നൽകിയിരിക്കുന്നത് റെഗുലർ പോളിഗൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെക്സഗൺ വരയ്ക്കുക. അതിനുശേഷം സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് 6 സർക്കിളുകൾ വരച്ച് ഈ ഒരു മാതൃകയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പരിശോധിക്കാം. ആദ്യം നമുക്ക് ജിയോജിബ്ര ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷനിൽ നിന്നും ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ജിയോജിബ്ര ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയൊരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. അതിനെ മാക്സിമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് വലിയ വിൻഡോ ആക്കി മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ ആക്സിസും ഗ്രിഡും കളയാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആക്സിസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മാറ്റുന്നു. അതുപോലെ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഗ്രിഡ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഗ്രിഡും ആക്സിസും മാറി വരുന്നു. ഇനി നമുക്ക് ഒരു ഹെക്സഗണാണ് വരയ്ക്കേണ്ടത്. അതിന് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് റെഗുലർ പോളിഗൺ എന്നുള്ളത് എടുക്കാം. അതിനുശേഷം 2 പോയിന്റുകൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര വെർട്ടെക്സസ് വരുന്നു എന്ന് ചോദിക്കുന്നു. നമുക്ക് 6 എന്ന് കൊടുക്കാം. അങ്ങനെ ഒരു റെഗുലർ ഹെക്സഗൺ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി സർക്കിളാണ് വരയ്ക്കേണ്ടത്. സർക്കിൾ വിത്ത് സെൻറ്റർ ത്രൂ പോയിന്റ് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്നും ഇയിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇയിൽ നിന്നും ഡിയിലേക്കൊന്ന് വരയ്ക്കുന്നു. അപ്പോൾ ഒരു സർക്കിൾ അവിടെ വരുന്നു. അതുപോലെ തുടർന്ന് ഡിയിൽ നിന്നും സിയിലേക്കും, സിയിൽ നിന്നും ബിയിലേക്ക്, ബിയിൽ നിന്നും എയിലേക്ക്, എയിൽ നിന്നും ഡിയിലേക്ക്, ഡിയിൽ നിന്നും അവസാനത്തെ ഭാഗമായിട്ടുള്ള ഇയിലേക്ക് നൽകിയാൽ ആ ഒരു ചിത്രം അവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് ഫയൽ സേവ് ആസ് എന്നത് ക്ലിക്ക് ചെയ്ത് എക്സാം 8 സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ക്ലാസ്സും ഡിവിഷനും റോൾ നമ്പറും നൽകി _ ക്വസ്റ്റ്യൻ നമ്പറും നൽകി സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കുന്നു.